എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 22 നടക്കാൻ പോകുന്ന ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ എക്സാമുകൾക്ക് ഇനി വെറും 56 അല്ലെങ്കിൽ 57 ദിവസം കൂടിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ ടൈം കൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ടൈം മാനേജ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു മാർക്ക് വാങ്ങാനും നല്ലൊരു റാങ്ക് വാങ്ങാനും കഴിയും. ഓക്കെ, പല വീഡിയോകളിലായിട്ട് പല ടിപ്സും പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ടൈം എങ്ങനെയായിരിക്കണം, ആ സെലക്ട് ചെയ്യുന്ന ടൈമിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഫോളോ ചെയ്യുന്ന രീതിയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടാൻ കഴിഞ്ഞ കുറച്ച് ടിപ്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പകുതി മുക്കാൽ പേരും വീഡിയോ കാണുന്ന പകുതി മുക്കാൽ പേരും ഏകദേശം ബേസ് ഉള്ള ആൾക്കാരാണ്. അതായത് ഒരു എക്സാം, OMR എക്സാം അല്ലെങ്കിൽ PSC എക്സാം, ടൈപ്പിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30, 40, 50 ആ ഒരു റേഞ്ചിൽ മാർക്ക് കിട്ടുന്നവരായിരിക്കും. ഓക്കെ, അല്ലാത്തവരും ഉണ്ടാവും, തുടക്കക്കാരും ഉണ്ടാവും. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഇത്രയും ഒരു ബേസ് ഉള്ള ആൾക്ക് തീർച്ചയായിട്ടും ആ ബേസിൻ്റെ മുകളിൽ നിങ്ങൾക്ക് മാർക്ക് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിൽ പലരും ജോലിക്ക് പോകുന്നവരുണ്ടാവും, പിന്നെ അതുപോലെ വീട്ടമ്മമാരുണ്ടാവും, കുട്ടികൾ ഉള്ളവരുണ്ടാവും, അതുപോലെ സമയം കുറവുള്ള ആൾക്കാരുണ്ടാവും. അപ്പം നിങ്ങൾ ഈ ഒരു 56 അല്ലെങ്കിൽ 57 ദിവസം കുറച്ച് സമയം ഉറക്കം കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് വാങ്ങാൻ കഴിയും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഏറ്റവും പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റുന്ന ടൈം എന്ന് പറയുന്നത് രാവിലെ 3 മണി തൊട്ട് ഒരു 6 മണി വരെയുള്ള ടൈമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് രാത്രി പഠിക്കുന്നതായിരിക്കും പ്രോപ്പറായിട്ട് പറ്റുക. എങ്ങനെയാണോ നിങ്ങൾക്ക് ടൈം കിട്ടുന്നത് അതനുസരിച്ചിട്ട് പഠിക്കുക. ഓക്കെ, അതിനനുസരിച്ചിട്ട് ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞാൽ രാവിലത്തെ സമയം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എണീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആദ്യത്തെ ദിവസങ്ങളിൽ ഒരാഴ്ച കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അലാറം പോലും വെക്കാതെ നമുക്ക് ആ ഒരു സമയത്ത് കൃത്യമായിട്ട് എഴുന്നേക്കാൻ പറ്റും. ഓക്കെ, അതൊരു 1-2 ആഴ്ച ചിലപ്പോൾ ഉറക്കം തൂങ്ങലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ആ ഒരു സമയം സെലക്ട് ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡിസ്ട്രാക്ഷൻസ് കുറവാണ്, ഫോൺ കോൾസ് വരില്ല, പിന്നെ അതുപോലെ വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല. മറ്റ് വീട്ടുകാരൊക്കെ ഉറങ്ങുന്ന സമയത്താവുമ്പോൾ നമുക്ക് സൈലൻ്റായിട്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പഠിക്കാൻ പറ്റും. പിന്നെ ഈ രാവിലത്തെ സമയം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ച് ഏതെങ്കിലും ഒരു പോർഷൻ പഠിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തം കവർ ചെയ്യാൻ പറ്റും. പക്ഷെ ബാക്കിയുള്ള സമയങ്ങൾ ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് സമയം തീരും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ രാവിലെ എണീച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 1 മണിക്കൂറാണ് പഠിക്കാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 1 മണിക്കൂർ കൊണ്ട് രാവിലെ 1 മണിക്കൂർ കൊണ്ട് പഠിക്കുന്ന അതേ കണ്ടന്റ് നമ്മൾ ഉച്ചയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ 2 മണിക്കൂറായാലും പഠിച്ചു കഴിയില്ല. അതൊരു പ്രത്യേകതയാണ്. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനും മിക്കവാറും പഠിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു 3 മണി ടു 6 മണി ആ ഒരു റേഞ്ചിലാണ്. എന്താ വെച്ചാൽ ഒരു 5:30, 6 മണി ആകുമ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് അറിയാം, വീട്ടമ്മമാർക്കാണെങ്കിൽ പണികളുണ്ടാവും, അടുക്കള പണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ഒരു സാധാ ഡെയിലി ലൈഫിൽ നമുക്ക് ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാത്രിയോ ഒന്നും പഠിക്കാൻ പ്രത്യേകിച്ച് സമയം കണ്ടെത്താൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. ഓക്കെ, എന്തായാലും പണികളുണ്ടാവും. അപ്പോൾ നമുക്ക് രാവിലെ എണീച്ച് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞ് പിന്നെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് ഉണ്ടാവുക. എന്താണെന്ന് വെച്ചാൽ അത്രയും ഭാഗം നമ്മൾ പഠിച്ചിട്ടാണ് ബാക്കിയുള്ള ജോലി ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം വരും. തനിയെ നിങ്ങൾ അങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തനിയെ നിങ്ങളുടെ പണികളുടെ സ്പീഡ് കൂടും. മാക്സിമം നിങ്ങൾ പണീൻ്റെ സ്പീഡ് കൂട്ടി കുറച്ചെങ്കിലും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ പണീൻ്റെ ഇടയ്ക്ക് പഠിക്കാൻ സമയം കണ്ടെത്തും. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ മിക്കവാറും എല്ലാവരും പഠിക്കാൻ തുടങ്ങുന്നത് ഹോൾ ടിക്കറ്റ് വരുമ്പോഴായിരിക്കും. ഹോൾ ടിക്കറ്റ് വരുന്നത് ഏകദേശം ഒരു 14-15 ദിവസം മുന്നേ ആണ് ഹോൾ ടിക്കറ്റ് വരുന്നത്. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ ഈ സമയത്ത് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നതാണ്. അതായത് എക്സാം കലണ്ടർ വന്നു കഴിഞ്ഞ ശേഷം പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും എല്ലാത്തിനും വരുന്നത്. അല്ലാത്തതായിട്ട് വരുന്നത് ഇവിടെ GK ക്വസ്റ്റ്യൻസ് ആണ്. GK ക്വസ്റ്റ്യൻസും എന്നാലും നമുക്ക് മറ്റുള്ള PSC എക്സാമുകളെ അപേക്ഷിച്ച്
റിപ്പീറ്റഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അതായത് റിപ്പീറ്റഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്ക് മൊത്തം കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്ന് എന്ത് ചോദ്യം വന്നാലും എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ടൈപ്പ് റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതൊരു 6-7 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അതുപോലെ 40 മാർക്കിൻ്റെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എടുത്തു കഴിഞ്ഞാൽ ഒരു 25-30 ക്വസ്റ്റ്യൻസ് വരെ, അതിനേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. റിപ്പീറ്റഡ് മീൻസ് നമ്മൾ അതിൽ വരുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തിരിച്ചും മറിച്ചുമുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. പൊതുവെ സിമ്പിളാണ് എന്ന് പറയാം. അതായത് ആ ടോപ്പിക്ക് മുഴുവൻ കവർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. സമയം എടുക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും നല്ലത് 3 മണി ടു 6 മണി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ എന്ന് പറയുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം ബേസ് ഉള്ള ആൾക്കാർക്കാണ് ഞാൻ പറയുന്നത്. അല്ലാത്തവർക്കാണെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോവാം. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, അതിൽ നമ്മൾ കവർ ചെയ്ത് പോകുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പോർഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് എന്ത് ചെയ്യുക, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഒരു ദിവസം 2 മണിക്കൂർ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. 2 മണിക്കൂർ മാറ്റിവെച്ച് കഴിഞ്ഞാൽ 50 ദിവസം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പോലും 100 മണിക്കൂർ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, 100 മണിക്കൂർ എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക, അത്രയും പ്രൊഡക്റ്റീവായിട്ട് ഒരു സമയം പോലും കളയാതെ പഠിക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരമുള്ള കാര്യമാണ്. എക്സാമിന് നിങ്ങൾ വിചാരിക്കുന്ന മാർക്ക് കിട്ടും. വിചാരിക്കുന്ന മാർക്കല്ല, വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ മാർക്ക് കിട്ടും. സമയം സെലക്ട് ചെയ്യുമ്പം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ സമയം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ അല്ലെങ്കിൽ രാവിലത്തെ സമയം എന്നില്ല, നിങ്ങൾക്ക് നിങ്ങളെ ഓരോ ജോലിയും അതിനനുസരിച്ചിട്ട് ആരെയും വലിയ ശല്യങ്ങളോ ശല്യങ്ങൾ മീൻസ് മറ്റുള്ളവർ വന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്ന ആ ഒരു സമയം സെലക്ട് ചെയ്യാതെ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്ന കുറച്ച് സമയം അത് മാറ്റിവെക്കാം. ഓക്കെ, അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രാക്ഷൻസ് വരികയാണെങ്കിൽ കോൺസെൻട്രേഷൻ തീർച്ചയായിട്ടും പോകും. അപ്പോൾ അങ്ങനെയുള്ള സമയം സെലക്ട് ചെയ്യാതെ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് കുറഞ്ഞു കിട്ടുന്ന ആ ഒരു സമയം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ചിലർക്ക് രാത്രിയായിരിക്കും ഏറ്റവും കംഫർട്ടബിൾ. അപ്പം രാത്രിയാണെങ്കിലും സമയം കുറച്ച് മാറ്റിവെക്കാം. ഓക്കെ, ഒക്ടോബർ 22-ാം തീയതി വരെ നിങ്ങളുടെ ഉറക്കം കുറച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ജോലി അല്ലെങ്കിൽ നല്ലൊരു റാങ്ക് നേടാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ കോഴ്സിൻ്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്തതായിരുന്നു. പക്ഷേ പലരും ഇനിയും വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സിൽ എന്ന് പറഞ്ഞാൽ ഓവറായിട്ടുള്ള കണ്ടന്റുകളോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കണ്ടന്റുകളോ ഒന്നും തന്നെ ഇല്ല. വാരി വലിച്ച് പഠിക്കുന്ന ഒരു രീതിയല്ല. കറക്റ്റ് പോയിന്റുകൾ അല്ലെങ്കിൽ എക്സാമിന് വരുന്ന കാര്യങ്ങൾ മാത്രമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ദിവസം 1 മണിക്കൂർ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഓഗസ്റ്റ് 1 മുതലാണ് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ഓഗസ്റ്റ് 1 മുതലുള്ള ക്ലാസ്സുകൾ ലഭിക്കും. അപ്പോൾ ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എക്സാം ഡേറ്റ് വരെയാണ്. അതായത് ഒക്ടോബർ 31 വരെയാണ് ഡേറ്റ് വരുന്നത്. കോഴ്സിൻ്റെ ഫീസ് 250 രൂപയാണ്. കോഴ്സിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് എടുക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ 5 ദിവസമാണ് ക്ലാസ് വരുന്നത്. ശനി ഞായർ ക്ലാസ് ഇല്ല, ബാക്കിയുള്ള എല്ലാ ദിവസവും 5 ദിവസമുണ്ട്. 5 ദിവസം 5 ടോപ്പിക്കാണ് വരുന്നത്. അപ്പോൾ അതിലുള്ള ഓരോ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സിലബസ് വൈസ് ആയിട്ട് ക്ലാസ്സുകളുണ്ട്. ഇംഗ്ലീഷ്, മലയാളം അതിന് സിലബസ് വൈസ് ആയിട്ട് ക്ലാസ്സുകളുണ്ട്. പിന്നെ GK പോർഷൻസിന് നിങ്ങൾക്ക് ആവശ്യം തോന്നുന്ന, അതായത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾക്ക് എക്സ്ട്രാ ക്ലാസ്സുകൾ തരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആഴ്ചയിൽ 5 ദിവസമാണ് ക്ലാസ് വരുന്നത്. ഓരോ മണിക്കൂർ 1 മണിക്കൂർ ഉണ്ടാവും. ചില ദിവസം കുറച്ച് കൂടുതലുണ്ടാവും. എങ്ങനെ പോയാലും 2 മണിക്കൂറിൻ്റെ അടുത്ത് വരും. പിന്നെ ഡെയിലി 30 പോൾസാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് മൊത്തം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. 10 ഇംഗ്ലീഷ്, 10 മലയാളം, 10 കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, ടൈപ്പ് റൈറ്റിംഗ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒരു ദിവസം 30 പോള്, 5 ദിവസം ആഴ്ചയിൽ 150 പോൾസാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ക്ലാസ് കൂടാതെ. ഓക്കെ, അപ്പോൾ ഈ പോളുകൾ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടുതൽ പരിചയപ്പെടാൻ പറ്റും. എക്സാമിനോടുള്ള ഒരു പേടി മാറിക്കിട്ടും. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് OMR എക്സാം അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 50 രൂപ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഞായറാഴ്ചയാണ് OMR എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. 100 മാർക്കിന് തന്നെയാണ് എക്സാം.
കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ഗൂഗിൾ ഫോം ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കാണാൻ പറ്റും, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കാണാൻ പറ്റും. ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ കോഴ്സിൻ്റെ ഫീസ് 300 രൂപയാണ്. നിങ്ങൾക്ക് OMR എക്സാമിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കോഴ്സിലേക്ക് മാത്രമായിട്ടും ജോയിൻ ചെയ്യാം. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. ഓക്കെ, ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അനാവശ്യമായിട്ടുള്ള ഒരു കണ്ടന്റും പഠിപ്പിക്കുന്നില്ല. അതുപോലെ ഒരു വീഡിയോയും വലിച്ചു നീട്ടിയിട്ടുള്ള ക്ലാസ്സുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് വേണ്ട പോയിന്റുകൾ മാത്രമാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. അതിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ആ ഒരു കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ 2-3 ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. പിന്നെ എൻ്റെ ക്ലാസ്സുകൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നെ വേറെ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കണ്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ നോക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ സമയം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച ഒരു റാങ്ക് നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.